നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടു മണ്ഡപത്തിൽ ആചാരലംഘനം. കുടുംബശ്രീ മേളയുടെ പാചകപ്പുരയായാണ് ആറാട്ടു മണ്ഡപം നൽകിയത്. അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ആറാട്ടു മണ്ഡപത്തിൽ മാംസാഹാരം ഉൾപ്പെടെയുള്ളവ പാചകവും ചെയ്തു. ജനം സൺഡേ ഡിബേറ്റിൽ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബോധപൂർവമായ നീക്കമോ ഹിന്ദു വിശ്വാസങ്ങൾക്കുമേൽ നടക്കുന്നത്? ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ VHP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് തമ്പാനൂർ, ഒപ്പം LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. ശ്രീമതി ശോഭ സുരേന്ദ്രനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ വിജി തമ്പി, നഗ്നമായ ആചാരലംഘനം തന്നെയാണ് ഇത്തവണയും നടന്നിരിക്കുന്നത്. ആറാട്ടു മണ്ഡപത്തിൽ കുടുംബശ്രീ മേളയുടെ പാചകപ്പുരയ്ക്കായാണ് അനുവദിച്ചിരിക്കുന്നത്. അവിടെ മാംസാഹാരം ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ 3 ദിവസം പാചകവും ചെയ്തു കഴിഞ്ഞു. ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വളരെ വിദഗ്ധമായി ചുറ്റും വലിയ ഷീറ്റുകൾ കൊണ്ട് മറച്ചായിരുന്നു അവർ ഈ 3 ദിവസവും പ്രവർത്തിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. ഇന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്നും അവരെ ഒഴിപ്പിക്കുന്നതിനുള്ള തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഇതിന് നേതൃത്വം നൽകിയവർ, ഇതിൻ്റെ ഭാരവാഹികൾക്കൊക്കെ കൃത്യമായി അറിയാമായിരുന്നു ഈ ആറാട്ടു മണ്ഡപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്നിട്ടും മാംസാഹാരം ഉൾപ്പെടെയുള്ളവ പാചകം ചെയ്യാനുള്ള ഒരു അടുക്കളപ്പുരയായാണ് അവർ ഇതിന് അനുമതി നൽകിയത്. എങ്ങനെ കാണുന്നു? നമസ്കാരം. സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയാണ്. കാര്യം, ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ മറ്റ് പൂജകളെല്ലാം ചെയ്യുന്നത് ഈ മണ്ഡപത്തിലാണ്. എത്രയോ കാലമായി ഇത്രയും പരിപാവനമായ ഒരു സ്ഥലമാണ് ആ ആറാട്ട് മണ്ഡപം. അവിടെ ഞാൻ ചോദിക്കട്ടെ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് പോകുമ്പോൾ എയർപോർട്ട് പോലും അടച്ചിട്ട് ഫ്ലൈറ്റ് പോലും നിർത്തി അങ്ങനെ അത്രത്തോളം ഈശ്വരീയമായ അല്ലെങ്കിൽ അത്രത്തോളം ഭക്തി നിർഭരമായ രീതിയിൽ പോകുന്നൊരു ആറാട്ട് അവിടെ പോയി ആറാടിയ ശേഷം ആ മണ്ഡപത്തിലാണ് മറ്റ് പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് തിരിച്ചെഴുന്നള്ളത്ത് വരുന്നത്. അത്ര പവിത്രമായൊരു സ്ഥലത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ മാംസാഹാരം ഉൾപ്പെടെയുള്ളത് പാചകം ചെയ്തെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. അതിനാരായാലും അവർക്കെതിരെ നടപടിയെടുക്കണം. നടപടിയെടുത്താൽ മാത്രം പോരാ, അവിടുന്ന് അവരെ എല്ലാം അടിച്ച് പുറത്താക്കി അവിടെ പുണ്യാഹം തെളിച്ച് ശുദ്ധി ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, അവിടെ പലപ്പോഴും ഇതിനു മുമ്പും പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ മണ്ഡപത്തിനകത്ത് കയറി ബിയർ കഴിക്കുക, അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിക്കുക, അങ്ങനെയുള്ള അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ നിന്ന് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള പല പരാതികളും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് മറ്റേ പുരാതന സംസ്കൃത വകുപ്പായാലും അല്ലെങ്കിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ആയാലും അല്ലെങ്കിൽ കോർപ്പറേഷനായാലും അതിന് ചുറ്റും ഇരുമ്പ് വേലി കെട്ടി തിരിച്ച് ഗേറ്റിട്ട് അത് സംരക്ഷിക്കണം. അതിന് പുറത്തുനിന്ന് കാണാനുള്ള അവസരം മാത്രം ഒരുക്കുക. അതിനകത്തേക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കല്ലാതെ മറ്റൊന്നിനും അകത്തേക്ക് കയറാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ കോർപ്പറേഷൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു അത്. പക്ഷേ അതിന് എന്താ പറയുക, ആർക്കൈവ്സിൻ്റെ ഒരു നോട്ടഡ് പ്ലേസ് ആണത്. അപ്പോൾ ഒന്നീ ആർക്കൈവ്സിനായിരിക്കണം അതിന് മുൻകൈ എടുക്കേണ്ടത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ എടുക്കണം, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി എടുക്കണം. ഒരു മണ്ഡപം മാത്രമല്ല, 2 മണ്ഡപങ്ങളുണ്ട്. 2 മണ്ഡപങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. 2 മണ്ഡപങ്ങളും ചുറ്റും ഇരുമ്പ് വേലി കെട്ടി മറച്ച് അതുപോലെ CCTV ക്യാമറയും വെക്കണം. അതിനകത്ത് ആരും കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് കാണാമെന്നുള്ളവർക്ക് കാണാം. കാരണം ഇത്രയും പുരാതനമായ 2 മണ്ഡപങ്ങളാണ്. ഈ അകത്ത് കയറുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ആ ആറാട്ട് സമയത്ത് മാത്രം അകത്തേക്ക് കയറാനുള്ള അനുവാദം നൽകുക. അല്ലാതെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവരെയൊക്കെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബശ്രീ ആയാലും മറ്റുള്ള ആൾക്കാരും ഇവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്ന ആരാ? തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കുമല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ അവർ ചെയ്തിട്ടുണ്ടാവുക. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയല്ലേ? ഞാൻ പറഞ്ഞ ഈ അവിശ്വാസികൾ ഭരിക്കുമ്പോൾ ഇതിനപ്പുറം എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഈ അവിശ്വാസികൾ ഭരിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇത് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിന് ജനപ്രക്ഷോഭം ഉണ്ടാവും. മാത്രമല്ല, ഈ വേലികെട്ടി തിരിക്കാൻ ഇപ്പോൾ ഈ പുരാതന വകുപ്പോ അല്ലെങ്കിൽ ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയോ തയ്യാറായില്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സ്വാഭിമാനിയായ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നിച്ചു വരണം.
ഒന്നിച്ചു വരണം. അവർ ഒന്നിച്ചു ചേർന്ന് അവിടെ ആ വേലി കെട്ടാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിന് ഏറ്റവും മുന്നിൽ വിശ്വ പരിഷത്തും ഞാനും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അതെ, നമുക്ക് മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുകയാണ് ആ സ്ഥലത്തു നിന്നും. രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ അവിടെ നിന്നും സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളടക്കം ജനം TV സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ അത് ഏകദേശം പൂർണ്ണമായും നീക്കം ചെയ്തു കഴിഞ്ഞു. എന്നാൽ പോലും നമുക്ക് അവിടുത്തെ നിജസ്ഥിതി അറിയാൻ സാധിക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ അവിടെ നിന്നും പൂർണ്ണമായും ഈ സാധനങ്ങളൊക്കെ ഒഴിപ്പിച്ചുവോ? അതിനു മുൻപ് ഇത് 3 ദിവസം നടന്ന ഒരു കുടുംബശ്രീയുടെ അടുക്കളപ്പുരയായാണ് ഇതിനെ പരിവർത്തനം ചെയ്തത്. വലിയ രീതിയിൽ തന്നെ മാംസാഹാരം ഉൾപ്പെടെയുള്ളവ അവിടെ പാചകം ചെയ്തു. അതുമാത്രമല്ല, അതിൻ്റെ വേസ്റ്റ് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം രോഹിണി, നിലവിൽ ഈ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടികളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടുന്ന് മാറ്റി പാചകം ചെയ്യുന്നതടക്കമുള്ള മറ്റ് സാധനങ്ങൾ മാറ്റി. ഇനി 1-2 സാധനങ്ങൾ മാത്രമാണ് മാറ്റാനുള്ളത്. അതും ഉടൻ തന്നെ മാറ്റുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ മണ്ഡപത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ ആചാരലംഘനം നടന്നത്. വളരെ ഭക്തർ പരിപാവനമായി കാണുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ആണ് ഇത്തരത്തിൽ ആചാരലംഘനം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഇത് അനുവദനീയമല്ല. നമുക്കറിയാം, ഈ ശബരിമല നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉള്ളവർക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തെ സ്നേഹിക്കുന്നവർക്കും പത്മനാഭസ്വാമിയുടെ വിശ്വാസികൾക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് എത്രത്തോളം പ്രാധാന്യം ഈ മണ്ഡപത്തിനുണ്ടെന്നും ഈ ആറാട്ടുകടവിനുണ്ടെന്നും. അതായത് ഈ ശംഖുമുഖം കടൽപ്പുറത്തെ പറയുന്നത് ആറാട്ടുകടവെന്നാണ്, ഭഗവാന്റെ ആറാട്ടുകടവ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയാണ് ചടങ്ങുകളടക്കം നടക്കുകയും ചെയ്തത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവരികയും അവിടെ കന്നിമൂല എന്ന് പറയുന്ന ഈ മണ്ഡപത്തിൻ്റെ കന്നിമൂല ഭാഗം അവിടെയാണ് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് ഉള്ള ചടങ്ങുകളടക്കം നടക്കുന്നത്. അതായത് ആ ഭാഗത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇപ്പോൾ മാറ്റുകയാണ്. ഈ ഭാഗത്ത് ഇതാണ് ഞാൻ ഈ നിൽക്കുന്ന ഭാഗം, ഇതാണ് കന്നിമൂല എന്ന് പറയുന്ന ഈ ഭാഗം. ഇവിടെയാണ് ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾ തുടങ്ങുന്ന സമയത്ത് സ്ഥാപിക്കുകയും പൂജകൾ നടക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മധ്യഭാഗത്തായി പത്മനാഭസ്വാമിയുടെ വിഗ്രഹം, വലതുഭാഗത്തായി നരസിംഹസ്വാമി, ഇടതുഭാഗത്ത് ശ്രീകൃഷ്ണൻ, ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും പൂജ നടത്തുകയും ആറാടിക്കുകയും ചെയ്യുകയും അതിനുശേഷം ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ആ ഭാഗത്താണ് ഇത്തരത്തിൽ വേസ്റ്റ് ബേസിൻ വെച്ചിരിക്കുകയും അവിടെ ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പുറത്ത് ഇത് വേസ്റ്റ് ഒഴുകിപ്പോകുന്ന ഒരു കുഴിയുമുണ്ട്. അതായത് ഭഗവാന്റെ ദൃഷ്ടി പതിയുന്ന ആ ഒരു ഭാഗത്താണ് ഇത്തരത്തിലൊരു വേസ്റ്റ് കുഴി സ്ഥാപിക്കുകയും വെള്ളം ഉണ്ടാകുന്നതിന് സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിനോട് ചേർന്ന് തന്നെ ഈ മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ ഒരിടത്ത് മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള ഒരു ടെമ്പററി കക്കൂസ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ. അതും ഈ സ്ഥലത്ത് തന്നെയാണ്. ഇതൊക്കെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ഭാഗത്ത് അങ്ങനെ ഒന്നും സ്ഥാപിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ഇതാണ് ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഒരു കാര്യം കൂടി, നഗരസഭയാണല്ലോ ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് അല്ലേ? കൃത്യമായി നഗരസഭയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടക്കേണ്ടുന്ന സ്ഥലവുമൊക്കെ കൃത്യമായി തന്നെ അറിയാം. എന്നിട്ടും നഗരസഭ ഇതിന് അനുമതി നൽകി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇതിന് കൃത്യമായി അനുമതി നൽകിയത് നഗരസഭയാണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നഗരസഭ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ് ഈ കുടുംബശ്രീ മിഷന്റെ പരിപാടി. ഭക്ഷ്യമേള, അതോടൊപ്പം തന്നെ ഭക്ഷ്യമേളയുമുണ്ട്. ആ ഭക്ഷ്യമേളയ്ക്കായിട്ടാണ് ഈ അടുക്കളപ്പുര സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലം നൽകിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. നവജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ കോർഡിനേറ്റർ എന്നാണ് അറിയുന്നത്. അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നാണ്. കണക്ഷൻ അദ്ദേഹവുമായി 1-2 തവണ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ കണക്ഷനിൽ കിട്ടിയില്ല. നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നേരത്തെ ഒരാൾ ഈ നവജിത്തുമായി സംസാരിച്ച സമയത്ത് അവിടെ നിന്നും അനുമതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പാചകപ്പുര സജ്ജീകരിച്ചത്. അത് എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം തിരുവനന്തപുരം നിവാസിയാണ്. ഇവിടെ കുറേ കുടുംബശ്രീയുടെ അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് അറിയില്ല. അവരെല്ലാം കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എത്തിയ അമ്മമാരാണ്. അവർക്ക് ഇത് ഈ സ്ഥലത്തിൻ്റെ വൈശിഷ്ട്യമോ അല്ലെങ്കിൽ ഈ മണ്ഡപത്തിൻ്റെ വൈശിഷ്ട്യമോ അവർക്കറിയില്ല. പക്ഷേ ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. ആ സംഘാടകർക്ക് കൃത്യമായി അറിയാം ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്
ഇത് ആറാട്ടുകടവാണ്. മണ്ഡപം ആറാട്ട് മണ്ഡപമാണ്. ഇവിടെയാണ് ഭഗവാൻ ആറാടിച്ച ശേഷം പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് പൂജ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് ഇവിടെയാണ്. ഇതിന് ഇത്രത്തോളം ചരിത്ര പ്രാധാന്യമുണ്ട്. ഈ ഇത്രത്തോളം വിശ്വാസത്തോടെയാണ്, ആരാധനയോടെയാണ് ഭക്തർ നോക്കിക്കാണുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഇതിന്റെ സംഘാടകർ. നഗരസഭയ്ക്ക് അറിയാം, ശുചിത്വ മിഷൻ അറിയാം, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ തിരുവനന്തപുരത്തെ പ്രവർത്തകർക്കറിയാം. അങ്ങനെയുള്ളവർക്കെല്ലാം അറിയാമെന്നിരിക്കെ കൃത്യമായ രീതിയിൽ ഇതിനൊരു ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഇവിടേക്ക് തീർച്ചയായും പ്രശാന്ത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നഗരസഭാ അധികൃതർക്കറിയാം, തിരുവനന്തപുരം നിവാസികൾക്കറിയാം. അതുമാത്രമല്ല, ഇതൊരു പൈതൃക സ്മാരകമാണ്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇത്തരത്തിന് അടുക്കളപ്പുരയായി നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രശാന്തിന്റെ കൂടെ അവിടെയുള്ള പരിസരവാസികൾ, ഭക്തർ തന്നെ ചേരുന്നുണ്ട്. അവർ ഒരുപക്ഷെ പ്രതികരണം നൽകിയേക്കാം എന്ന് കരുതുന്നു. കാരണം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ നമ്മളോടൊപ്പം ജനം ടി വിയോടൊപ്പം പ്രതികരിക്കാൻ ഉണ്ടായിരുന്നവരാണ്. അവർ പ്രതികരിക്കുന്നതിന് തയ്യാറാകുമോ പ്രശാന്ത്? രോഹിണി, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അങ്ങ് വാർത്ത കണ്ടതാണ് രാവിലെ മുതൽ. ഈ സ്ഥലത്തിന്റെ പൈതൃകം എന്താണെന്നും അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്താണെന്നും ഇത് സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ ആവശ്യകത എന്താണെന്നും ഇത് എത്രത്തോളം പ്രാധാന്യം ഈ മണ്ഡപം അർഹിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും അനന്തപുരിവാസികൾക്കും ഇവിടുത്തെ സർക്കാരിനും സംവിധാനങ്ങൾക്കും അറിയാമെന്നിരിക്കെ ഇത്തരത്തിലൊരു പരിപാടിക്ക് പാചകപ്പുര സൃഷ്ടിക്കുന്നതിന് വേണ്ടി നൽകി എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ ആചാര ലംഘനമാണ് നടത്തിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇത് ഞങ്ങളിങ്ങനെ ഈ ഒരു അറിവ് കിട്ടിയ ഉടനെ തന്നെ അവിടെ ആ മണ്ഡപത്തിൽ ജനം ടിവിയുടെ ആൾക്കാർ തന്നെ ഈ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ആണ് നടന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അതെല്ലാം നീക്കം ചെയ്തു. ഇപ്പം ഇനിയിപ്പോൾ ഉള്ളത് ഹാൻഡ് വാഷിനുള്ള സംവിധാനമൊക്കെയാണ്. അതും കൂടെ ഞങ്ങൾ ആവശ്യപ്പെടാം അധികൃതരോട് നീക്കം ചെയ്യാൻ. ഇത് പിന്നെ സമീപത്ത് ഒരു മേക്ക് ഷിഫ്റ്റ് ടോയ്ലറ്റും സ്ഥാപിച്ചതായി കാണുന്നു. അതും നമുക്ക് ഈ മണ്ഡപത്തിൻ്റെ കുറച്ച് പരിസരത്തു നിന്ന് കുറച്ചൊന്ന് നീക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നതായിരിക്കും. എന്തായിരുന്നാലും ഇപ്പം നിലവിൽ ഈ പറയുന്ന ഈ സസ്യേതര ആഹാരങ്ങളൊന്നും ഇതിനകത്ത് ഉള്ളതായി കാണുന്നില്ല. എല്ലാം പോലീസിന്റെ സഹായത്തോടെ നീക്കം ഉടനടി തന്നെ. അതിന്റെ ദൃശ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവർ പാചകം ചെയ്തതാണ്. ഭക്ഷ്യമേളയാണ്. എന്തായാലും ഭക്ഷ്യമേള എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന മേളയാവില്ലല്ലോ. അതെ 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 അപ്പോൾ എന്തായിരുന്നാലും ഇതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇത് ഒരു പവിത്രമായ ഒരു സ്ഥലമായി കരുതപ്പെടുന്നതാണ്. ഈ ആറാട്ടിന് ഭഗവാനെ എഴുന്നള്ളിച്ച് ആറാട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് പൂജ നടത്തുന്ന ഒരു മണ്ഡപമാണ്. ഇത് ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും അവർ സമയോചിതമായി ഇടപെട്ട് അത് അധികൃതരെ അറിയിച്ച് മാറ്റി അത് എല്ലാം ഈ പറയുന്ന ഇതെല്ലാം ഇവിടെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഈ ഭരണസമിതി ഉചിതമായൊരു തീരുമാനമെടുത്ത് ഇത് രീതിയിൽ നമുക്ക് സംരക്ഷിക്കണമെന്നുള്ളതിന് തുടർ നടപടി ഭരണസമിതി കൈക്കൊണ്ട്. എന്ത് തീരുമാനമാണ് ഇനി ഉണ്ടാവുക? ഇതിൽ സർക്കാരിനോടോ അല്ലെങ്കിൽ ഞാൻ പ്രാപ്തനല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു തീരുമാനമാണ്. എന്തായിരുന്നാലും ഈ തരത്തിൽ ഇനിയിപ്പം ഒരു ഇപ്പം തൽക്കാലം സംരക്ഷണമൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ആവശ്യമായ സംരക്ഷണം ഏത് രീതിയിൽ ഏർപ്പെടുത്താമെന്നുള്ളത് തീർച്ചയായും ഭരണസമിതി ആലോചിച്ച് അത് സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക്. തുറസായ സ്ഥലം ഇത്രയും കെട്ടിമറച്ചുകൊണ്ട്, ഈ മണ്ഡപത്തിന് ചുവരുകൾ തന്നെ കെട്ടിമറച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അറിയാതെ പോയത് എങ്ങനെയാണ്? ഇല്ല, ഇത് ഞങ്ങളുടെ ഒരു ഡയറക്റ്റ് കൺട്രോളിലുള്ളൊരു മണ്ഡപം അല്ലല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു ഡയറക്റ്റായിട്ടൊരു കൺട്രോളില്ല. ഇത് പിന്നെ സമയമാകുമ്പോൾ ഇവിടെയുള്ള എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആറാട്ട് സമയത്ത് നീക്കം ചെയ്താണ് ഇവിടെ ആറാട്ട് നടത്തി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം പൊതുജനങ്ങളെല്ലാം വന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അധികൃതരോട് പെർമിഷൻ വാങ്ങേണ്ട കാര്യമില്ല, അവർ വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങൾ പോലീസിനടുത്ത് ഉടനെ തന്നെ അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായും ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വേണ്ട നടപടി സ്വീകരിച്ചു. പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ബിരിയാണി വിളമ്പിയതുമായുള്ള വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. അന്ന് ഹൈക്കോടതി ഭരണസമിതിക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിർഭാഗ്യവശാൽ പറയുന്നത് തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ്.
തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചത് അങ്ങനെയാണ്. ഈ വിഷയം അറിഞ്ഞില്ല എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു 3 ദിവസമായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിക്കുമ്പോൾ ആ ഭക്ഷ്യമേളയോട് ചേർന്നുള്ള ഭാഗങ്ങൾ കെട്ടിയടച്ചാണ് ഇട്ടിരിക്കുന്നത്. ആ സമയത്ത് അറിയാൻ കഴിയേണ്ടതാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ മണ്ഡപത്തിന് ചുവര് കെട്ടിയടച്ചത് എന്തിനാണ് നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരുന്നു. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വാർത്തയിലൂടെയാണ് പിന്നീട് പൊതുജനങ്ങളും അത് തന്നെയാണ്, ജാഗ്രത കുറവുണ്ടായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം മറ്റ് ബോധപൂർവമായ ആചാര ലംഘനങ്ങൾ നടത്താൻ ആരുടെയൊക്കെ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളതും. ശ്രീ വിജി തമ്പി, താങ്കൾ കണ്ടു കാണുമല്ലോ അവിടുത്തെ സാഹചര്യം. ഒരുപക്ഷെ ഭഗവാനെ ആറാട്ട് കഴിഞ്ഞ് പൂജയ്ക്കായി ഇരുത്തുന്ന സ്ഥലത്താണ് വേസ്റ്റ് ബിന്നും വാഷ് ബേസിനും അടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഭാഗത്തിങ്ങനെ ആ പാത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ കഴുകിയ മലിനജലം കെട്ടിക്കിടക്കുന്നതും കാണാം. എന്തുമാത്രം വലിയ രീതിയിലുള്ള ആചാര ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആചാര ലംഘനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അറിഞ്ഞുകൊണ്ടുള്ള അവഹേളനം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ വലിയ വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു അവിടെ നോൺ വെജിറ്റേറിയൻ്റെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെ കക്കൂസിൻ്റെ അവിടെ ടെമ്പററി കക്കൂസോടെ വെച്ചിരിക്കുന്നു. മാത്രമല്ല അവിടെ കൈ കഴുകാനും അതിനുള്ള ഇത് വെച്ചിരിക്കുന്നു, പാത്രങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ഒരു നിസ്സാരമായ രീതിയിലല്ലേ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ആരെയാണ് പേടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസിലാണ് ഒരിക്കൽ ബിരിയാണി വിളമ്പിയത്. അത് വലിയ വിവാദമായി, ഹൈക്കോടതി വരെ ഇടപെട്ട കേസാണത്. അതുപോലെ ഇങ്ങനെ ഇത്രയും ഒരു ഇതില്ലാതെ, എന്താ പറയുക, ഒരു ശുഷ്കാന്തി ഇല്ലാതെയാണോ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ പറയേണ്ടത്? തെറ്റല്ലേ അത്? കാര്യം ഒരിക്കലും ഈ 3 ദിവസമായി നടന്നിട്ട് ആരും അറിഞ്ഞില്ല. ചുറ്റും അത്രയും തോളം വേലി കെട്ടി ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ ഇപ്പോൾ ദേവസ്വം മന്ത്രിയാണ് പറയുന്നത് ശബരിമലയിൽ അതോറിറ്റി ഉണ്ടാക്കുമെന്ന്. ആലോചിച്ച് നോക്കിയേ, ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ശബരിമലയെ കൊണ്ടുവന്ന് ഇതുപോലെ കുടുംബശ്രീക്ക് ഇറച്ചി കച്ചവടം നടത്താൻ തുടങ്ങുമോ? ഞാൻ ഇത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഒരു ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയൊരു സങ്കടമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും അവിടെ പോയി നോക്കി നിൽക്കാൻ പറ്റുമോ എപ്പോഴും? അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇത് പുരാവസ്തു വകുപ്പും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഇടപെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റും വേലിക്കെട്ട് എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. ചുറ്റും ഇരുമ്പ് വേലി കെട്ടി ഗേറ്റിട്ട് പൂട്ടി ഇത് 2 പ്രാവശ്യം മാത്രമേ വർഷത്തിൽ തുറക്കാവൂ. അത് പിന്നെ ക്ലീൻ ചെയ്യാനോ മറ്റു കാര്യത്തിന് വേണ്ടി തുറക്കാം. അല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് കഴിയുന്ന ആറാട്ട് ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. മറ്റൊരു കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഒരാളെ അതിനകത്ത് കയറ്റാനും പാടില്ല. ഒരു മണ്ഡപമല്ല, 2 മണ്ഡപവും ആ രീതിയിൽ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കാൻ പുരാവസ്തു വകുപ്പോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്മിറ്റിയോ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ അതിന് മുമ്പോട്ടിറങ്ങും. നമ്മൾ വേലി കെട്ടും. തീർച്ചയായിട്ടും അതിന് എന്ത് എതിർപ്പുണ്ടായാലും പ്രശ്നമല്ല. അല്ലാതെ ഇതിനൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കാണിക്കുന്നവരുടെ മുട്ടുതല്ലി ഒടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് ഹിന്ദുക്കൾ ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളായി മാറണം ഇനിയെങ്കിലും. തീർച്ചയായും. ശ്രീ സന്ദീപ് തമ്പാനൂർ, എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ആചാരലംഘനം നടന്നു എന്നുള്ളത് എല്ലാവരും തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ആചാരലംഘനം നടന്നതിന് കൃത്യമായിട്ടുള്ള ആരാണോ ഉത്തരവാദി, ആ ഉത്തരവാദി ആയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇതിലാദ്യമായി ഇനി ചെയ്യാനുള്ളത്. മറ്റൊന്ന്, ഇനി ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നേരത്തെ ഇവിടെ വിജി തമ്പി സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം നിർമ്മിക്കുവാൻ യഥാർത്ഥത്തിൽ അതിന് ആദ്യമായി അതിൻ്റെ ബാധ്യതയുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്കാണ്. ഭരണസമിതി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരണം. മറ്റൊന്ന്, ഇത്തരമൊരു ആചാരലംഘനം ഉണ്ടാകുമ്പോൾ ആ ഉണ്ടായത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വളരെ വസ്തുതാപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇതാർക്കും അറിഞ്ഞിടാത്ത കാര്യമില്ല. നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടന്നു വന്ന് ഈ മണ്ഡപത്തിൽ ഇരുത്തിയതിന് ശേഷമാണ് അവിടെ ഭഗവാൻ ആറാടുന്നത്. അപ്പോൾ ഇതാർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് തികച്ചും അത് ഖേദകരമാണ്. അങ്ങനെ പറഞ്ഞൊഴിയുന്നത് ഖേദകരമാണ്. മറിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഹിന്ദു ഐക്യവേദി കരുതുകയാണ്. ഈ ആചാരങ്ങളെ, ഇവിടുത്തെ അനുഷ്ഠാനങ്ങളെ ബോധപൂർവം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രീതിയിലാണോ സംരക്ഷിക്കപ്പെടുന്നത്, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിനൊരു രീതിയുണ്ട്.
അതേ തരത്തിൽ സംരക്ഷിക്കേണ്ട ഒരു ആറാട്ട് മണ്ഡപമാണ് അവിടെയുള്ളത്. ആ ആറാട്ട് മണ്ഡപത്തിൽ ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ LDF സർക്കാർ തന്നെ ഭരിക്കുമ്പോൾ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അവിടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 15 കോടി രൂപ മുടക്കിൽ ശംഖുമുഖം ബീച്ച് സൗന്ദര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ആ കടൽപ്പുറം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് ആ മണ്ഡപത്തെ അല്ലെങ്കിൽ അവിടുത്തെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഇതിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് വളരെ ശക്തമായി ഹിന്ദു ഐക്യവേദി അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നപ്പോഴാണ് ആ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഭാഗം വിട്ടുകൊണ്ട് ആ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കിയത്. അപ്പോൾ വളരെ ബോധപൂർവം ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ബോധപൂർവം അവിടെ ആ ഷീറ്റ് വെച്ച് എന്തിനാണ് അവർ മറച്ചത്? ഇത്രയും വലിയ ഭംഗിയുള്ള എല്ലാവർക്കും വന്നാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഇത്തരത്തിലൊരു മണ്ഡപത്തിന് എന്തിനാണ് ഇതിൻ്റെ സംഘാടകർ വലിയ വേലി ഷീറ്റ് കൊണ്ടുള്ള ഒരാൾ പൊക്കത്തിൽ കൂടുതൽ ഒരാൾക്കും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഷീറ്റ് നിർമ്മിച്ചതിൻ്റെ പിന്നിൽ തന്നെ ഗൂഢാലോചനയാണ്. അപ്പോൾ ഇതിനാരാണോ ഇതിന് നേതൃത്വം കൊടുത്തത്, ആ നേതൃത്വം കൊടുത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെ പരിഹാരക്രിയകൾ ആവശ്യമുണ്ട്. ആ പരിഹാരക്രിയകൾ ആരാണോ ഇത് നേതൃത്വം കൊടുത്തത് അതിനുള്ള ചിലവും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കേണ്ടത് അത്തരം ഏജൻസികളാണ്. ആ ഏജൻസികൾക്ക് അതിൽ നിന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. വളരെയധികം ശക്തമായ പ്രതിഷേധം ഹിന്ദു ഐക്യവേദി രേഖപ്പെടുത്തുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികൾക്ക്, സമരപരിപാടികൾക്ക് ഹിന്ദു ഐക്യവേദി നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതെ, ശ്രീ സതീഷ് വസന്തിലേക്ക് എത്താം. അതിനു മുൻപ് വീണ്ടും നമ്മുടെ പ്രതിനിധിയിലേക്ക് പോകേണ്ടതുണ്ട്. പ്രശാന്ത് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, നേരത്തെ ഭരണസമിതി പറഞ്ഞത് അവരറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു. പക്ഷേ ഭരണസമിതി ജാഗ്രത പാലിക്കേണ്ടിടത്ത് ജാഗ്രത കൃത്യമായി പാലിച്ചിരിക്കണമെന്ന് ബിരിയാണി വിളമ്പിയ സംഭവത്തോടുകൂടി ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ച കാര്യമാണ്. ഇവിടെ ബോധപൂർവമായ ഒരു ഒളിച്ചുകളി നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ വസ്തുത. രോഹിണി, തീർച്ചയായും ബോധപൂർവമായ ഒരു ഒളിച്ചുകളി നടന്നിരിക്കുന്നു. 3 ദിവസം പിന്നിട്ട പരിപാടിയാണ്. ഇത്തരത്തിൽ സംഭവം നടക്കുമ്പോൾ ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ട അധികൃതർ ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരം അന്വേഷണങ്ങളൊന്നും നടന്നില്ല എന്നതാണ് ഇതിന് ഏറ്റവും ഗൗരവമുള്ളത് എന്ന് പറയുന്നത്. മാത്രമല്ല രോഹിണി, നമ്മൾ ഏകദേശം 9:30 മണിക്കാണ് ഇവിടെ എത്തിയത്. 9:30 മണിക്ക് നമ്മൾ ഈ മണ്ഡപത്തിലെത്തി ഉടൻ തന്നെ ഈ സംഭവം കാണുകയും വാർത്ത നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 1 മണി പിന്നിടുകയാണ്. ഈ 1 മണി പിന്നിടുമ്പോഴും സർക്കാരിൻ്റെയോ നഗരസഭയുടെയോ മറ്റ് പ്രതിനിധികൾ ആരും ഈ സ്ഥലം സന്ദർശിക്കുവാനോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുവാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകുവാനോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായി ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് ഇത്രയും ഗൗരവമായ ഒരു കാര്യം നടക്കുമ്പോൾ ഇതിൻ്റെ സംഘാടകർ പോലും, അതായത് ഈ പരിപാടി നടത്തുന്ന പരിപാടിയുടെ സംഘാടകർ പോലും ഈ മണ്ഡപത്തിലേക്ക് എത്തുവാനോ അല്ലെങ്കിൽ ഇവിടെ നടന്ന സംഭവം എന്താണെന്നൊന്ന് അന്വേഷിക്കുവാനോ നമ്മളോടോ അല്ലെങ്കിൽ മറ്റ് ഇവിടെ ഭക്തരായ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട്, ആ ഭക്തരോടോ മറ്റ് ഹിന്ദു സംഘടനാ നേതാക്കളോടോ ഒരു വിശദീകരണം നൽകുവാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നൽകുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. നഗരസഭയുടെ ആളുകൾ ആരും വന്നിട്ടില്ല. കുടുംബശ്രീ മിഷന്റെയോ അല്ലെങ്കിൽ മറ്റ് ഈ പരിപാടിയുടെ സംഘാടകർ അങ്ങനെ ആരും തന്നെ ഈ പ്രദേശത്ത് എത്തിക്കെത്തുവാനോ തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഈ സംഭവത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട് എന്നതല്ലാതെ മറ്റ് ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. നമ്മളോടൊപ്പം ഈ വാർത്ത, അതായത് ഇത്തരം സംഭവം അറിഞ്ഞ ഉടനെ നമ്മളോട് വിളിച്ചു പറഞ്ഞ ഒരു ചേട്ടനാണുള്ളത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. അങ്ങാണിത് ആദ്യം നമ്മളോട് അറിയിക്കുന്നത്, ഇത്തരം കാണുകയും ചെയ്തത്. അതാണ് പിന്നീട് നമുക്ക് വാർത്തയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തത്. ഇത്രത്തോളം ഗുരുതരമായ ഒരു ആചാര ലംഘനമാണ് നടന്നതെന്ന കാര്യം ആ നിമിഷം തന്നെ അങ്ങയുടെ മനസ്സിൽ ശ്രദ്ധയിൽപ്പെട്ടതിലൂടെ തന്നെയല്ലേ അങ്ങ് അറിയിച്ചത്? അതെ, ഞാനിവിടെ വൈദ്യനാഥപുരം ആശുപത്രിയിൽ ഡോക്ടർ ശ്രീജിത്തിനെ കാണാൻ വന്നതാണ്. ചില അസുഖങ്ങളുടെ വിഷയങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഇവിടെ വന്ന് ശ്രീപത്മനാഭൻ്റെ സങ്കല്പമാണല്ലോ ഇവിടെ വന്നൊന്ന് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നിലവിൽ ഇതൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതും അതിലുപരി ഇവിടെ ഇങ്ങനെ നോൺ വെജും ഒക്കെ പാകം ചെയ്യുന്നതുമായിട്ടാണ് നിലവിൽ കാണാൻ കഴിഞ്ഞത്. അത് വേദനാജനകമായൊരു കാഴ്ചയാണ്. കാരണം തിരുവനന്തപുരം നിവാസികളെ എന്നല്ല, ലോകമാകമാനം മുഴുവനും
ശ്രീ പത്മനാഭനെ നെഞ്ചിലേറ്റി നടക്കുന്ന അനവധി ഭക്തന്മാരും ഹിന്ദുക്കളുമുണ്ട്. അവർക്കൊക്കെ തന്നെ ഇത് വേദനാജനകമാണ്. ഇതിന് അടിയന്തര നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ഭക്തന്മാരെല്ലാവരും തന്നെ, ശ്രീ പത്മനാഭൻ്റെ ഭക്തന്മാരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട നടപടികൾ സർക്കാരും ബാക്കി എല്ലാവരും കൂടി എടുക്കണം. ഇത് വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഈ അല്പസമയം മുമ്പ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മാംസം പാചകം ചെയ്യുന്ന അദ്ദേഹം കണ്ടില്ല എന്നാണ്. എന്നാൽ അങ്ങ് എടുത്ത ചിത്രങ്ങളെല്ലാം അതുണ്ട്, അങ്ങ് കണ്ടിരിക്കുമല്ലോ അല്ലേ? അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 1-2 ആൾക്കാരെ ഇവിടെ ഒന്ന് രണ്ട് സ്ത്രീകളുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയും. അതായത് മത്സ്യവും മാംസവും അടക്കം ഇവിടെ പാചകം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അതെ 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 ശരി രോഹിണി, തീർച്ചയായും നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രശാന്ത്, എന്തുമാത്രം വ്രണപ്പെട്ടിരിക്കുന്നു ഭക്തരുടെ മനസ്സ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശ്രീ സതീഷ് വസന്ത്, എന്തിനാണ് ഇത്തരത്തിൽ മനഃപൂർവ്വമായി ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ട് ഇങ്ങനെ അവഹേളനം നടത്തുന്നത്? ഇതിന് അനുമതി നൽകുമ്പോൾ നഗരസഭാ അധികൃതർക്ക് കൃത്യമായി തന്നെ ബോധ്യമുള്ള കാര്യമല്ലേ ഇത് പൈതൃക സ്മാരകമായ ശ്രീപത്മനാഭൻ്റെ ആറാട്ട് മണ്ഡപമാണ്, ഇവിടെ ഇങ്ങനെ അടുക്കളപ്പുരയ്ക്ക് നൽകാൻ പാടില്ല, വേസ്റ്റ് ഒരു ഭാഗത്ത് മാലിന്യം ഇങ്ങനെ കൂട്ടാൻ പാടില്ല, ശൗചാലയം നിർമ്മിക്കാൻ പാടില്ല, ഇതൊക്കെ പരിപാവനമായി സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ന് അറിയാൻ പാടില്ലാത്തവരാണോ ഈ തിരുവനന്തപുരത്തെ അധികൃതർ? രോഹിണി, ആദ്യമേ പറയട്ടെ, ഇപ്പം വിജയ് തമ്പി സാറും അതുപോലെ സന്ദീപും ഒക്കെ പറയുന്നത് കേട്ടു ഇവിടെ ഒരു ആചാര ലംഘനം നടത്തിയെന്ന്. എനിക്ക് അത് ആചാര ലംഘനമല്ല, ഞാനൊരു ഹിന്ദുവാണ്. ഞാനിത് പറയണമെന്ന് പറയുന്നത് നമ്മളെ പൈങ്കുനി ഉത്സവത്തിന് അൽപ്പശി ഉത്സവത്തിന് മാത്രമാണ് ആ മണ്ഡപം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഉത്സവം ഇത്രയും കാലം എനിക്ക് എൻ്റെ അറിവുള്ള കാലം തൊട്ട് ഞാൻ അവിടെ വൈകുന്നേരങ്ങളിൽ ഞാനും വൈഫും പിള്ളേരും എല്ലാം പോയിരിക്കുകയാണ്. അവിടെയൊക്കെ ആളുകൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ആ മണ്ഡപം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഈ ആറാട്ട് ദിവസത്തിൻ്റെ തലേദിവസം അവിടെ വൃത്തിയാക്കി അവിടെ ആറാട്ട് നടത്തുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ വന്നിരിക്കുന്നു. ഇപ്പം വിജയ് തമ്പി സാർ പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ അവർക്കൊന്നും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ആ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ മണ്ഡപം ഇന്നും ആളുകൾ വന്നിരിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ആയിരുന്നാലും പല ആൾക്കാരും വൈകുന്നേരവും അതുപോലെ ഉച്ചയ്ക്കൊക്കെ കാറ്റുവെള്ളം വന്നിരിക്കുകയാണ്. അവിടെ ഒരു കുടുംബശ്രീയുടെ കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെ നിങ്ങൾ റിപ്പോർട്ടർ പറഞ്ഞല്ലോ, അദ്ദേഹം നിങ്ങളതിൽ ഫോട്ടോ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അവിടെ മാംസം അവിടെ വിളമ്പിയിട്ടുള്ളൂ, പാചകം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു അത് ഞാൻ കണ്ടില്ല, ഇവിടെ ആളുകൾ പറയുന്നത് കേട്ടു എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഞാനത് ഒരു തെറ്റായ സന്ദേശമല്ല പറയുന്നത്. ഇത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിലല്ല ഈ മണ്ഡപം ഇരിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം വിജയ് തമ്പി സാർ പറഞ്ഞ പോലെ കാലാകാലങ്ങളിൽ നമ്മൾ ആളുകൾ പല ആൾക്കാരും വന്നിരിക്കുന്ന വിവിധ മതങ്ങളിലും എല്ലാ ആൾക്കാരും അവിടെ വന്നിരിക്കുന്നു. അവിടെ അങ്ങനെ ഒരു ഇതുമില്ല. അങ്ങനെയാണെങ്കിൽ അത് ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് അത് സംരക്ഷണ ഭിത്തി കെട്ടിയാൽ ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ കുടുംബശ്രീയുടെ കാര്യങ്ങൾ ഇപ്പം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രിക്ക് അറിയാം അവിടെ പാചകം ചെയ്യാനായതല്ലെന്ന്. കുടുംബശ്രീയുടെ ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനെയാണ്. അപ്പം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയിരുന്നു. ഇത് കുടുംബശ്രീയുടെ, അത് കുടുംബശ്രീയിൽ ഒരു മതവിഭാഗത്തല്ലല്ലോ, എല്ലാ ആൾക്കാരും ചേർന്നതല്ലേ കുടുംബശ്രീ എന്ന് പറയുന്നത്. ആ കുടുംബശ്രീയിൽ ഒരു ഭക്ഷ്യമേള നടന്നു. അപ്പം ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ കാലാകാലങ്ങളിൽ അവിടെ ഇത് നടക്കണം. ഇപ്പം അവിടെ എത്ര സമ്മേളനങ്ങൾ നടക്കുന്നു, പൊതുപരിപാടികൾ നടത്തുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരെയും വലിയ ഇത് സമ്മേളനങ്ങൾ നടത്തുന്നത് ആ ശംഖുമുഖത്തും ആ പരിസര പ്രദേശത്തും. അപ്പം യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് സംസാരിച്ചാൽ കാരണം കടപ്പുറത്ത് കൂടുന്ന സമ്മേളനമല്ല ഇവിടെ ചർച്ചാ വിഷയം. ആ മണ്ഡപത്തിനകത്താണ്, ആ മണ്ടപത്തിന്റെ മത്സ്യമോ മാംസമോ വിളമ്പിയോ ഇല്ലയോ എന്നുള്ളതല്ല. ആ വേസ്റ്റ് വാട്ടർ അടക്കം കെട്ടി നിർത്തിയിരിക്കുന്ന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ശൗചാലയം അടക്കം അതിന്റെ പരിസരത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. അത് പോകുന്നതിനുള്ള ഔട്ട്ലെറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? അല്ല, ഞാൻ രോഹിണി പറയുന്നത് 100% കറക്റ്റാണ്. ഞാൻ പറയുന്നത് ആ മണ്ഡപങ്ങൾ നമ്മൾ ഇന്നുവരെ പത്മനാഭ ക്ഷേത്രമോ ഹിന്ദു ഐക്യവേദിയുടെയും ബാക്കിയുള്ള നേതാക്കൾ ഇരിക്കുന്നു. ഇന്ന് വരെ അതിനെ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഇവരാരും പോയിട്ടില്ല. അത് പോകണമെന്നേ ഞാൻ ഇത് പറയുന്നത് നമുക്കറിഞ്ഞൂടല്ലോ. ഇപ്പോൾ വരണവർക്കൊന്നും ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് ആൾക്കാരെന്ന് പറയുന്നത് കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ അങ്ങനത്തെ ആൾക്കാർ കുടുംബശ്രീക്കാരാണ് അവിടെ വന്നത്. അവരൊരു മണ്ഡപം കണ്ടു, അവർ ഇതിരിക്കുന്നു. അവിടെ ഒന്നും നമ്മൾ എഴുതി വെച്ചിട്ടില്ല ഇവിടെ വേറെ മാലിന്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ വേറൊരു ഈ മണ്ഡപത്തിനെ
മാലിന്യമാക്കല്ലേ ശ്രീ എന്നൊന്നും എഴുതി സതീഷ് വെച്ചിട്ടില്ല. വസന്ത് വീണ്ടും താങ്കൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. അല്ലല്ല, കുടുംബശ്രീ അല്ല, പ്രവർത്തകർക്ക് അറിയില്ല, അവർ ലോകനി, കണ്ണൂരിൽ നിന്നും ലോകനി, ഞാൻ കോഴിക്കോട് നിന്നും പറഞ്ഞിട്ട്. ഒക്കെ അല്ല. വരുന്നവരാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നഗരസഭയ്ക്ക് അറിയാം. നഗരസഭയ്ക്കും എങ്ങനെ അറിയുന്നത്? നഗരസഭ എന്ന് പറയുന്നത് നഗരസഭയ്ക്ക് അറിയാം. നഗരസഭയ്ക്ക് എങ്ങനെയാണ് അറിയുന്നത്? അവരെന്ന് പറയുന്നത് അവിടെ പാചകം അത് ചുറ്റും കിട്ടിക്കുന്നത് ഇത് മാത്രം അറിയാനല്ല. പൊതുവേ അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മൊത്തം കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇത് ന്യായീകരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾക്കതെന്ന് പറയുന്നത് ഇനി ഇനി ആവർത്തിക്കാതെയൊക്കെയുള്ള നടപടികൾ ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ LDF ഭരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹിന്ദുക്കളെ ആചാര ലംഘനം നടത്തും. അങ്ങനെയല്ല, ഇത് കാലാകാലങ്ങളിൽ അങ്ങനെയാണെന്നേ. കാലാകാലങ്ങളിൽ അത് വർഷത്തിൽ 2 ഞാൻ പറഞ്ഞില്ലേ പൈങ്കിനി ഉത്സവവും ഇതും നടത്താൻ വേണ്ടി മാത്രമാണ് 2 ഇത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവരാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലല്ലോ. അത് ഹിന്ദു ഐക്യവേദിയായിരുന്നാലും ബാക്കിയുള്ളവരായിരുന്നാലും. അപ്പം ഞാൻ ഇത് പറഞ്ഞ് ശ്രദ്ധിക്കപ്പെടണം. ഈ മണ്ഡപം നമുക്ക് ഇന്നെ ഉപയോഗിക്കാനാണ്. അല്ല ഞാൻ പറയുന്നത് അല്ല അങ്ങനെയാണ്. ഞാൻ കൊച്ചിലെ മുതൽ അതിൻ്റെ അകത്ത് അവിടെ വന്ന് ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആളുകൾ വരണം. ഞാൻ പറയുന്നുണ്ട് സ്ത്രീകൾ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ ആ മണ്ഡപത്തിൽ എത്ര പേര്. അപ്പം അവരൊക്കെ അവിടെ ഒരു ബോർഡോ അല്ലെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് പൈതൃകം ആണെന്നും പത്മനാഭ ക്ഷേത്രത്തിൻ്റെ വർഷത്തിൽ 2 പ്രാവശ്യം നടത്തുന്ന ആറാട്ടിനെ ഉപയോഗിക്കുന്ന മണ്ഡപമാണെന്ന് ആൾക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഞാനത് പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ സംഭവിച്ചു നമുക്ക് ഇനിയെങ്കിലും ആരെയും കുറ്റപ്പെടുത്താതെ നമുക്കതൊരു ഞാൻ പറയുന്നത് ആർക്കോളജിക്കൽ വകുപ്പ് എടുത്തുകൊണ്ട് അതിനൊരു സംരക്ഷണ മണ്ഡപമായിട്ട് മാറ്റണം. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് LDF ഭരിക്കുമ്പോൾ ആണ്, അത് UDF ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ NDF ഭരിക്കും, അങ്ങനെയല്ല. കാലാകാലങ്ങളിൽ ആളുകൾ അവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഫിഷർമാരുണ്ടല്ലോ അവരെവിടെ വന്നിരിക്കുന്നത്? ആ കടലിൽ പോകുന്ന ഫിഷർമാർ അവിടെ എവിടെയാണ് വന്നിരിക്കുന്നത്? അവിടെ തന്നെ വന്നിരിക്കുന്നത്. അവർ മീൻ പഠിച്ചിട്ട് അവിടെയല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ മനുഷ്യരെ തമ്മിൽ തരംതിരിക്കലല്ല ചെയ്തത്. കൃത്യമായി അതിൻ്റെ പരിപാവനത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് ഇടയിൽ, അതായത് പാചകപ്പുരയാക്കി നൽകിക്കൊണ്ടുള്ള ആ നടപടിയെയാണ് ചോദ്യം ചെയ്തത്. എന്തായാലും ശ്രീ സന്ദീപ് തമ്പാനൂർ ഈ വിമർശനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഇത് LDFൻ്റെ പ്രതിനിധി ഇതിനെ വളരെ ബോധപൂർവ്വം ന്യായീകരിക്കാൻ, എന്നാൽ ഞാൻ ന്യായീകരിക്കുന്നില്ല, എന്നാൽ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങയുടെ ഭാഗത്തുനിന്ന് അങ്ങേ LDFനെ പ്രതിനിധീകരിച്ച് വരുന്നതുകൊണ്ട് ചെയ്യുന്നതിൽ ഞാൻ അങ്ങയോട് എനിക്ക് യാതൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇത് ഇവിടുത്തെ ഭക്തജനങ്ങളെ വീണ്ടും അങ്ങ് വിഡ്ഢിയാക്കുകയാണ്. അങ്ങ് ഇവിടെ പറഞ്ഞത് വർഷത്തിൽ 2 ദിവസം മാത്രമല്ലേ ആ മണ്ഡപം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസം മുഴുവൻ അവിടെ ഈ ക്ഷേത്ര വിരുദ്ധമായ അല്ലെങ്കിൽ ഈ എന്താണോ അവിടെ നടക്കേണ്ടത് അതിന് വിരുദ്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ആ മണ്ഡപത്തിന് ഉപയോഗിക്കാം എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അങ്ങ് മനസ്സിലാക്കേണ്ടത് അവിടെ 2 മണ്ഡപമാണ് ശംഖുമുഖത്തുള്ളത്. ആ 2 മണ്ഡപമുള്ളതിൻ്റെ അതിന് തന്നെ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. ആദ്യം കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശംഖുമുഖത്ത് ആ ഹോട്ടലിനോട് ചേർന്നുള്ള വേറൊരു മണ്ഡപം നമുക്ക് കാണാം. ഇന്ന് അവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ഡപത്തിലായിരുന്നു മുമ്പ് നടന്നത്. അതിനുശേഷം ശ്രീമൂലം തിരുനാൾ വർമ്മയുടെ കാലത്താണ് അദ്ദേഹം ഇവിടുത്തെ പൂജാരിമാരുടെ സൗകര്യാർത്ഥം ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ കടലിനോട് ചേർന്നിട്ടുള്ള ഈ മണ്ഡപം അവിടെ പുതുതായി പണി കഴിപ്പിക്കുന്നത്. ആ മണ്ഡപത്തിൽ തന്നെ അതിൽ കുത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല, അന്നത്തെ ഹുസൂദാറായിട്ടുള്ള അനന്തരാമൻ എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹമാണ് ഈ കൽമണ്ഡപം നിർമ്മിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഇത്രയും വളരെ കൃത്യമായിട്ട് അന്ന് അതിനൊരു ഐതിഹ്യം നമ്മുടെ അശ്വതിനാൾ തമ്പുരാട്ടി എഴുതിയ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നുള്ള ആ ബുക്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ മഹാരാജാവിന് അന്ന് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് ഒരു ഐതിഹ്യം കിട്ടി. വരുണദേവൻ്റെ ഒരു ഐതിഹ്യമാണ് ഈ മണ്ഡപത്തിനപ്പുറത്തേക്ക് കടൽ കടന്നു വരില്ല എന്നുള്ളൊരു ഇത് അദ്ദേഹത്തിനുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് സുനാമി ഉണ്ടായിട്ടും കടൽക്ഷോഭങ്ങൾ നിരവധി ഉണ്ടായിട്ടും നാളിതുവരെ ഈ മണ്ഡപം കടന്ന് കടൽ വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ അത്രയും ചരിത്രപരമായ ഒരു സ്വാധീനമുള്ള ഒരു കൽമണ്ഡപത്തെ അങ്ങ് പറയുകയാണ് 2 ദിവസം അവിടെ ആറാട്ട് കഴിഞ്ഞിട്ട് ആ മണ്ഡപം എന്താവശ്യത്തിനും തുറന്നു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഭക്തജനങ്ങൾക്ക് അല്ലല്ല ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുക്കാമെന്നാണ്, അനുമതിയോടെ കൊടുക്കണമെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നതിന് മറ്റൊരർത്ഥം. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല. പിന്നെ മറ്റൊന്ന് അങ്ങ് പറഞ്ഞത് അവിടെ നോൺ വെജ് വെച്ചതായി ആരും കണ്ടത്. അപ്പോൾ അങ്ങ് പറയട്ടെ,
അവിടെ അവിടെ നടക്കുന്ന കുടുംബശ്രീയുടെ ഈ ഭക്ഷ്യവിതരണ മേളയിൽ നോൺ വെജ് ഇല്ല, അവിടെ വെജിറ്റേറിയൻ ആണോ? അല്ലല്ലോ. അപ്പോൾ അങ്ങ് നോൺ വെജ് കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ വെജിറ്റേറിയൻ മാത്രമാണ്. ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല. അപ്പോൾ അങ്ങ് അവിടെ വെജിറ്റേറിയൻ അല്ലല്ലോ, നോൺ വെജിറ്റേറിയൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ വെജിറ്റേറിയൻ മാത്രമാണെന്ന അർത്ഥമില്ല. അത് കണ്ടില്ല എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പൂർണ്ണമായി പറയാൻ അങ്ങേക്ക് തയ്യാറാവില്ല. പൊതുവേ അവിടെ നടക്കുന്ന എല്ലാ ഭക്ഷ്യമേളകളിലും നോൺ വെജും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷ്യമേളകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ കാടടച്ച് ഇരുട്ടാക്കുന്ന ഒരു പരിപാടി അങ്ങ് പറയരുത്. അതുപോലെ തന്നെയാണ് ആചാരലംഘനം നടന്നിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അവിടെ ഈ മണ്ഡപം എന്തിനാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഭഗവാന്റെ ആറാട്ടിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ഡപം. ഇത് ഒരാവശ്യത്തിന് മാത്രമാണ് അവിടെ ഈ മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യമല്ലാതെ അവിടെ അതിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നോൺ വെജ് വിഭവങ്ങളോ മറ്റേതെങ്കിലും അനാശാസ്യ പ്രവർത്തനമോ അവിടെ നടക്കുന്നുവെങ്കിൽ അത് ആചാര ലംഘനം തന്നെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങ് ആചാര ലംഘനം നടന്നിട്ടില്ല എന്നും അവിടെ നോൺ വെജ് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ അങ്ങ് ഇവിടുത്തെ സർക്കാരിനെ അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇതൊന്നും ഇവിടുത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ഭക്തജനങ്ങൾക്കുണ്ടായ വികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഭക്തജനങ്ങളോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നതോടൊപ്പം ഇനിമേലിൽ അത്തരത്തിലുള്ള ഒരു പരിപാടി അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകണം. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഭരണസമിതിയുടെ ഭാഗത്തു നിന്നൊരു ജാഗ്രതാക്കുറവ് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ വിജയ് തമ്പി സാർ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നേരത്തെ നടന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ എതിർത്തിരുന്നു. ഹിന്ദു ഐക്യവേദി ശക്തമായി പ്രതിഷേധമുണ്ടാക്കിയപ്പോഴാണ് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറിയത്. അതുപോലെ ഇപ്പോൾ വീണ്ടും ഇതുണ്ടായി. അപ്പോൾ നേരത്തെ വിജയ് തമ്പി സാർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ചുറ്റും കമ്പിവരി നിർമ്മിച്ചുകൊണ്ട് അവിടെ പബ്ലിക്കിന് അവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യത്ത് ഉണ്ടാകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നടപടി ഗവൺമെൻറ്റും പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയും നഗരസഭയും ചേർന്നുകൊണ്ട് അടിയന്തിരമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം. അതെ, ശ്രീ വിജയ് തമ്പി, ശ്രീ സതീഷ് വസന്ത് ഉന്നയിച്ച ആരോപണം താങ്കൾ കേട്ടിരിക്കുമല്ലോ. അതായത് ഈ ആറാട്ട് നടക്കുന്ന സമയത്തു മാത്രമാണ് ഇതിനെ ശ്രദ്ധിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ മണ്ഡപം ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരിടം മാത്രമാണ്, അവിടെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ തമ്പടിക്കാറുണ്ട്, എല്ലാവരുടെയും കടന്നു കയറാവുന്ന ഒരു സ്ഥലം മാത്രമായി അത് അവശേഷിക്കുകയാണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു വിവാദമുണ്ടായപ്പോൾ മാത്രമാണ് ഇത് ഇവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതെന്ന്, അങ്ങനെയാണോ? സത്യം പറഞ്ഞാൽ ശ്രീ സതീഷ് വസന്ത് വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തതിനെ. അദ്ദേഹം ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായതുകൊണ്ട് അങ്ങനെയല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷം ആവില്ലല്ലോ. ചില ഇടതുപക്ഷത്തിലെ പല ആൾക്കാരും വിശ്വാസികളുണ്ട്, പക്ഷെ അവരുടെ വിശ്വാസം അവർക്ക് പുറത്തു പറയാൻ പേടിയാണ്. കാര്യം പറഞ്ഞാൽ അപ്പം അതുപോലെ അദ്ദേഹം ഭയക്കുന്നു. അപ്പം അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, അദ്ദേഹം ഭയക്കുന്നതായിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത്ര നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അവിടെ നോൺ വെജ് ചെയ്തിട്ടില്ല, ഞാൻ ചോദിക്കട്ടെ, നോൺ വെജ് ചെയ്തിട്ടില്ല എന്നങ്ങനെ പറയാൻ പറ്റും. അത് നോൺ വെജിനും ചെയ്തില്ലെങ്കിൽ തന്നെ ആ മണ്ഡപത്തിൽ എന്താണ്, മണ്ഡപത്തിൻ്റെ വിഷ്വൽസ് നമ്മൾ കണ്ടതല്ലേ. അവിടെ ശൗചാലയം ഉണ്ടാക്കിയിരിക്കുന്നു, അവിടെ കൈ കഴുകാനുള്ള സ്ഥലം ഉണ്ടായിരിക്കുന്നു, വേസ്റ്റ് ഒഴുകാനുള്ള സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നു, ഇത്രയും പാത്രങ്ങൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതിനെല്ലാം പുറമെ ഇത്രയും വലിയൊരു മതിൽക്കെട്ട്, ഇത്രയും വലിയ ഈ ഒരു ഷീറ്റ് കൊണ്ട് മതിൽക്കെട്ട് മറച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ. ഈ മണ്ഡപം ഉണ്ടാക്കിയതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. പഴയ കാലത്ത് ആ മണ്ഡപം നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മണ്ഡപം എന്ന് പറയുന്ന റോഡിനിപ്പുറത്താണ്. ആ മണ്ഡപം ഇപ്പോഴും ഉണ്ട്. ഇത് പുതിയ മണ്ഡപമാണ്. കൊട്ടാരത്തിന് മുന്നിലായിട്ടാണ് ഈ മണ്ഡപം. ഈ മണ്ഡപത്തിൽ ആറാട്ട് കഴിഞ്ഞ് രാജാവിനും മറ്റാൾക്കാർക്കും കൊട്ടാരത്തിലേക്ക് പോയി അവർക്ക് വേഷം മാറാനും മറ്റുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മണ്ഡപം ഇങ്ങോട്ട് മാറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അല്ലെങ്കിൽ റോഡ് വന്നപ്പോഴത്തേക്കും ആ മണ്ഡപം ഇങ്ങോട്ട് വന്നതായിരിക്കാം. എന്തായാലും ഈ രണ്ട് മണ്ഡപങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുമായി ബന്ധപ്പെട്ട് മാത്രം നിർമ്മിച്ചതാണ്, അല്ലാതെ ഒരാവശ്യവും അവിടെ ഇല്ല. അപ്പം ആ മണ്ഡപത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ആറാട്ടുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറാട്ടിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണമെങ്കിൽ ആ ദിവസങ്ങളിൽ ഇന്നും ഇത്രയും ഫ്ലൈറ്റുകളുടെ എണ്ണം കൂടിയ ഈ കാലഘട്ടത്തിലും എയർപോർട്ട് ആ ഭഗവാന്റെ പോയി തിരിച്ചു വരുന്ന അത്രയും സമയം എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം അത്രയും വളരെ പ്രാധാന്യമുള്ള ഒരു ആറാട്ടിന് ആ ആറാട്ട് കഴിഞ്ഞ് ഭഗവാനെയും
അത് കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ ആറാട്ടി തിരിച്ചു വന്നിട്ടാണ് പൂജകളെല്ലാം പൂർത്തിയാക്കി തിരിച്ചു പോകുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഇതിന് മുമ്പിരുന്ന 1-2 മേയർമാരോട് ഞാനിത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. കാര്യം പലപ്പോഴും നമ്മൾ അതുവഴി പോകുമ്പോൾ, നേരത്തെ എയർപോർട്ടിൽ പോകുന്ന അതുവഴിയാണ്, എയർപോർട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് വൈകുന്നേരങ്ങളിൽ ആൾക്കാർ അവിടെ അനാവശ്യമായ രീതിയിൽ പലരും ബിയർ ബോട്ടിൽ വരെ അവിടെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബിയർ കഴിക്കാനും അല്ലെങ്കിൽ ഡ്രസ്സ് കഴിക്കാനും പലതിനും അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പലപ്പോഴും മേയർമാരോട് സൂചിപ്പിച്ചത് ശരിയല്ല, ഇതിനെന്തെങ്കിലും ഒരു സംരക്ഷണം ഒരുക്കണം. അപ്പോൾ ചെയ്യാമെന്നൊക്കെ പലരും പറഞ്ഞു. ഇതിനു മുമ്പ് ഇരുന്ന 2-3 മേയർമാരോട്, പേര് ഞാൻ പറയുന്നില്ല, അപ്പോൾ അത് ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ആ നടപടികളൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ശ്രീപത്മനാഭസ്വാമി ആയിട്ട് ഇങ്ങനൊരു സംഭവം മുന്നിലേക്ക് കൊണ്ടുവന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരു കാരണമാണ്. ഇനി ഒരിക്കലും ആ 2 മണ്ഡപത്തിലും മറ്റൊരു കാര്യത്തിന് വേണ്ടിയും ഒരാളും കടക്കാൻ പറ്റാത്ത രീതിയിൽ ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കാൻ പുരാതന സംരക്ഷണ വകുപ്പോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയോ തയ്യാറാവണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ പറഞ്ഞത് തികച്ചും ദുഃഖകരമാണ്. കാര്യം അദ്ദേഹം വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടാണോ അദ്ദേഹം കൂടെ അനുഭവം കൊടുത്തിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ഇത് ഒരിക്കലും ഇനി അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല ഒരാൾ പോലും വെറുതെ ഇരിക്കാൻ പോലും ആ മണ്ഡപത്തിനകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ വേണം അവിടെ ഇനിയും ഉള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ. കാര്യം ആ സമയത്ത് മാത്രം, ആറാട്ടിന് വരുന്ന സമയത്ത് മാത്രം മണ്ഡപം തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ തലേദിവസം വന്ന് മണ്ഡപം വൃത്തിയാക്കി ആറാട്ട് കഴിഞ്ഞ് വീണ്ടും പൂട്ടിയിടുക. വരുന്നവർക്ക് പുറത്തു നിന്ന് ചുറ്റും നടന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ചുറ്റും വേലി കെട്ടി ചുറ്റും നടന്ന് കാണാം. ആ 2 മണ്ഡപങ്ങളും ആ രീതിയിലേക്ക് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അത്യാവശ്യം. അത് തയ്യാറായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്വാഭിമാനികളായ ഹിന്ദു സംഘടനകൾ മുന്നോട്ടിറങ്ങും. വിശ്വഹിന്ദു പരിഷത്ത് അതിൻ്റെ മുന്നിലുണ്ടാവും. വിശ്വഹിന്ദു പരിഷത്ത് അതിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വേലി കെട്ടും. അതിന് എന്ത് തടസ്സമുണ്ടായാലും ആ തടസ്സങ്ങളെയൊക്കെ തട്ടി നീക്കാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ള ആൾക്കാർ, യഥാർത്ഥ സ്വാഭിമാന ഹിന്ദുക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ട്. അവരിതിന് ഇറങ്ങിയിരിക്കും. അതെ, ശ്രീ സതീഷ് വസന്ത്, ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കൽ, ആചാര ലംഘനം പരസ്യമായി തന്നെ നടത്താൻ പ്രേരിപ്പിക്കൽ, സനാതനധർമ്മത്തെ പഴിപറയൽ, ഇതൊക്കെ ഇടതുപക്ഷം ഇങ്ങനെ വർഷങ്ങളായി വച്ചു പുലർത്തുന്ന ഒരു പൊതു നയമാണ്. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇത് ദുഃഖകരമാണ്, ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാമെന്നൊക്കെ. പക്ഷേ ഇത്രയും നാൾ ഉണ്ടായി, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത്. ഇനിയും ഇത് തുടരും. ആ പ്രവണത തന്നെ LDF സർക്കാർ വച്ചു പുലർത്തുമെന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്? രോഹിണി, അങ്ങനെയല്ല പറയുന്നത്. നമ്മളതിപ്പം വിജി തമ്പി സാറ് പറഞ്ഞാൽ പല പ്രാവശ്യം സാറ് പറഞ്ഞ എന്നെ 100% കറക്റ്റ്. അതുവഴി എന്ന് വെച്ചാൽ അവിടെ ആ മണ്ഡപങ്ങളിൽ പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സംരക്ഷണം നടത്തേണ്ടതാണ്. സംരക്ഷണം നടത്തേണ്ടത് അത് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു മണ്ഡപമാണെങ്കിൽ സംരക്ഷിക്കണം. 100% എന്താ കുഴപ്പം? അപ്പം അത് കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ആ കോർപ്പറേഷൻ നടത്തേണ്ട സംവിധാനം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. കാലാകാലങ്ങളിൽ എൻ്റെ കൊച്ചിലെ മുതൽ ഞാൻ വളർന്നതെല്ലാം വലിയ ശാലയും ഇതുമാണ്. അതുകൊണ്ടാണ് എനിക്കറിയാം. അതുകൊണ്ട് ഈ അമ്പലങ്ങളിലെ കാര്യങ്ങൾ നമ്മളെല്ലാം ആറാട്ടിൻ്റെ കൂടെ പോയിട്ട് തിരിച്ചു വരണേനെ, കോട്ടയ്ക്കകത്ത് പോയിട്ട് വരുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണ്ഡപത്തിൽ പലവരും കയറിയിരിക്കുന്നു. പല ആളുകളും കമിതാക്കൾ അവർ ഉച്ചയ്ക്കൊക്കെ നിങ്ങൾ നോക്കണം, വൈകുന്നേരം ചെന്നൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ 2 മണ്ഡപത്തിലിരിക്കും. ഞാനിത് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ ആർക്കോളജിക്കൽ വകുപ്പ് എടുക്കണം. അതെങ്കിൽ സംരക്ഷണത്തിൽ ഇത്രയും കാലം എവിടെ പോയിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. സാറ് പറഞ്ഞല്ലോ, വിജി തമ്പി സാറ് പറഞ്ഞു, സാറേ അത് നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ സംരക്ഷണത്തിലേക്ക് അത് കൊണ്ടുവരണം. അത് ഹിന്ദുക്കളെ മുറിവേൽപ്പിക്കാൻ വേണ്ടി ഒരിക്കലും LDF ഗവൺമെൻറ് നിൽക്കില്ല. പാരിസ്ഥിതിക ഈ ഇങ്ങനത്തുള്ള മണ്ഡപങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നതിന് LDF ഗവൺമെൻറ്. നിങ്ങളൊന്നൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ ആർക്കോളജി വകുപ്പ് കണ്ണനപ്പള്ളി സാറിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ മതി. ഞാനിത് പറഞ്ഞത് ഇതിപ്പം ആരും ബോധപൂർവം അല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പം പത്മനാഭ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ കാര്യമില്ല. കാര്യം അവർക്കുള്ളതെന്ന് പറയുന്നത് ഇത് കോർപ്പറേഷൻ്റെ വകയാണ്. 2 ദിവസം മാത്രമേ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറിനും അതിന് കാര്യമില്ല. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ തെറ്റായിട്ടൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത് നമ്മളെ സംരക്ഷണയിൽ നമ്മളെ നേതൃത്വത്തിലല്ല ഇത് നടക്കുന്നത്. ഇത് കോർപ്പറേഷൻ്റെ ഇതിൽ വരുന്നു ചെയ്യുന്നു. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിപ്പം ഹിന്ദു ഐക്യവേദി എന്നാലും വിശ്വഹിന്ദു പരിഷത്തായാലും നമ്മളെ ഹിന്ദു സമൂഹം എന്നാലും ഒരു കാരണവശാലും LDF ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരം നഗരസഭ ബോധപൂർവമായി ഒരിക്കലും അത് ചെയ്തില്ല. ഇതുപോലെ നമ്മൾ പൂജപ്പുര സരസ്വതി മണ്ഡപം ഉണ്ടല്ലോ, അവിടെയും ഫംഗ്ഷനിൽ നടക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും കൊടുക്കാറുണ്ട്. ഇപ്പം ഓണാഘോഷം നടക്കുന്നുണ്ട്, ബാക്കി ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അത് സരസ്വതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്.
നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെയെല്ലാം വരുമ്പോഴും ഈ ക്ഷേത്രങ്ങളും അതുപോലെ ഈ മോസ്ക് ഇതുപോലത്തെ നമ്മൾ ആറാട്ടിനെ ഉപയോഗിക്കുന്ന മണ്ഡപങ്ങളെല്ലാം നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പോകണം. അത് ഒരു സംശയമില്ല രോഹിണി. അപ്പോൾ ആരും അത് ബോധപൂർവമല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പം വിജയ് തമ്പി സാർ പറഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കും കൂടുതൽ നമുക്ക് ശ്രദ്ധ അതിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാനിത് പറയുന്നത് സാർ വിജയ് തമ്പി സാർ പറഞ്ഞ പോലെയും ഇപ്പം സന്ദീപ് പറഞ്ഞ പോലെയും അതൊരു സംരക്ഷിത വലയത്തിൻ്റെ അകത്താക്കണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ അതൊരു സംരക്ഷിത മണ്ഡപമാണെന്നും അത് കാണാനുണ്ടെങ്കിൽ ചുറ്റും കാണാം. അതിന് നമുക്ക് എല്ലാവർക്കും കൂടി നടപടിയെടുക്കാം. ശരി, ശ്രീ സന്ദീപ്, അങ്ങനെയാണെങ്കിൽ ഇതൊരു തുടക്കം തന്നെ ആയിരിക്കുമോ? കാരണം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇത് പരിരക്ഷിക്കുന്നതിനുള്ള തുടർ നീക്കങ്ങൾ നടക്കും എന്ന് ചിന്തിക്കാൻ കഴിയുകയില്ല. എന്തായാലും ഹിന്ദു സംഘടനകൾ ഒന്നിച്ചു നിന്നതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം. അല്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു, LDF പ്രതിനിധിയായി പങ്കെടുക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ചു, എന്തുകൊണ്ട് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഒന്നും നേരത്തെ ഇത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു പോയില്ല. അതായത് ഇവിടെ ഇതൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം ഹിന്ദു സംഘടനകളുടെ മാത്രം ബാധ്യതയാണ്. ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഏത് മതം ആണോ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകൾക്കുണ്ട്. അത് ആ ഗവൺമെൻറ് അത് ഏത് മതവിഭാഗമായാലും. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ആത്യന്തികമായി ഇതിൻ്റെ ഫസ്റ്റ് ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ്. അപ്പോൾ സർക്കാരിൻ്റെ ആ കഴിവില്ലായ്മയെ ആദ്യം അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതാണ്. മറ്റൊന്ന്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്ക് നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇതിലൊരു ജാഗ്രതാ കുറവുണ്ടായി എന്നുള്ളത് പറയാതിരിക്കാൻ സാധ്യമല്ല. അതും പരിശോധിക്കപ്പെടണം. മറിച്ച് നഗരസഭ ഇപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു, വളരെ ഭംഗിയായി സൂചിപ്പിച്ചു. പൂജപ്പുര, ഞാൻ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിൽ വരുന്നില്ല, പൂജപ്പുര സരസ്വതി മണ്ഡപവുമായി ബന്ധപ്പെട്ട് അങ്ങ് ആ വിഷയത്തിൽ കുറച്ച് കൂടുതലായി അതൊന്ന് പഠിച്ചു നോക്കണം. ആ ജനകീയ സമിതി, ഞാൻ വിഷയമല്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ ഒരു വാക്കിൽ പറയാം, ആ ജനകീയ സമിതിയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളല്ല അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇവിടുത്തെ തിരുവനന്തപുരത്തെ MP-യെയും ആ നിയമസഭാ മണ്ഡലത്തിലെ MLA-യെയും തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷയെയും ഒക്കെ ആണ് അതിൻ്റെ ഫൈലാപ്രകാരം അതിലുള്ളത്. അതെങ്ങനെയാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് അനുകൂലമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോട്ടെ, അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. അത് ഇവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യയിൽ, ഭാരതത്തിൽ ഏതെങ്കിലും ഒരു മതേതര സ്ഥാപനം, ഒരു മതസ്ഥാപനം നടത്തുന്ന അല്ലെങ്കിൽ ഒരു മതസ്ഥാപനം നടത്തുന്ന ഏക ഒരു സംവിധാനം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപമാണ്. ഇന്ത്യയിലെ ഒരു ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനവും നേരിട്ട് ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു മറ്റൊരു മത ഇതോ നടത്തുന്നില്ല. അത് തിരുവനന്തപുരത്തെ പൂജപ്പുര സരസ്വതി മണ്ഡപമാണ്. ഈ വർഷം അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ ഈ ചർച്ച ചെയ്തല്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ശംഖുമുഖത്ത് ഇത് ഏറ്റവും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തിരമായി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളും ചേർന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ വിജയ് തമ്പി, നമുക്കറിയാം കഴിഞ്ഞയാഴ്ച വളരെ വിചിത്രമായൊരു അവകാശവാദം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അതായത് ദേവസ്വം ബോർഡിൻ്റെ പ്രധാന മീറ്റിങ്ങുകളിലൊക്കെ ഇടതുപക്ഷ യൂണിയനായ എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന്. നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത്. പല ക്ഷേത്രങ്ങളും നാശോന്മുഖമായിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങ് ചെയ്യരുതോ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മുടെ ശംഖുമുഖത്തെ ഈ ആറാട്ട് മണ്ഡപത്തിൽ ഉൾപ്പെടെ അവർ സ്വീകരിക്കുന്ന സമീപനം അതാണ്. അതായത് നോട്ടം ഈ നാണയത്തുട്ടുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ഈ നിങ്ങളങ്ങ് ചെയ്തുകൂടെന്ന് ചോദിച്ചാൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് വിട്ടുതരൂ. ക്ഷേത്രങ്ങൾ ഹിന്ദു സംഘടനകൾക്കും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികൾക്ക് വിട്ടുതരൂ. ഈ ക്ഷേത്രങ്ങളെല്ലാം ഇതിലും എത്രയോ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ഇവിടെ ഞങ്ങൾക്ക് തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏകദേശം 50,000 ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 5,000 ക്ഷേത്രങ്ങൾക്ക് താഴെ മാത്രമേ ദേവസ്വം ബോർഡുകളുടെ കയ്യിലുള്ളൂ, എല്ലാ ദേവസ്വം ബോർഡും ചേർത്ത്. ബാക്കി 45,000 ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്ത് നോക്കൂ. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല, മറ്റ് പ്രൈവറ്റ് ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നില്ലേ? ആ ക്ഷേത്രങ്ങളിലെല്ലാം വളരെ വളരെ ഉയർച്ച ഉണ്ടാവുന്നില്ലേ?
അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുന്നില്ല? ഒന്നും വേണ്ട. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ജനം ടി വിക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് നേരെ ആ ക്ഷേത്രത്തിൽ പോവുക, ആ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ചെല്ലുക. അവിടെ ആ ഭഗവാന്റെ മുന്നിൽ ഉള്ള വേസ്റ്റ് എല്ലാം വാരിയിട്ടിരിക്കുകയാണ്. അവിടെ ഭക്തജനങ്ങൾക്ക് വന്നാൽ അവർക്ക് അത്യാവശ്യത്തിന് പോകാനുള്ള ശൗചാലയമുണ്ട്. ആ ശൗചാലയത്തിൻ്റെ അവസ്ഥയെന്ന് കണ്ടു നോക്കൂ, റിപ്പോർട്ട് ചെയ്യൂ. അപ്പം ഇതുപോലുള്ള രീതിയിലാണ് ഓരോ ക്ഷേത്രങ്ങളെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡായാലും ഈ ഭരണസമിതി ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ് ആയാലും കോർപ്പറേഷൻ ആയാലും എല്ലാവരും നോക്കിക്കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലൊരു ദേവസ്വം മന്ത്രിയുണ്ട്. നമ്മുടെ ഏറ്റവും ശബരിമലയിലെ പരിപാവനമായ മുഹൂർത്തത്തിൽ ആ മകരവിളക്കിനെന്ന് അദ്ദേഹം ആ ശബരിമലയുടെ നടയിൽ നിന്ന് നമ്മൾ കണ്ടതല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ദേവസ്വ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കും? എങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ഈശ്വര വിശ്വാസികളോട് അവർക്കൊരു നീതി ലഭിക്കുന്ന രീതിയിൽ പെരുമാറും? എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇടയ്ക്കൊരു പ്രസ്താവന കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നു, ശബരിമല അതോറിറ്റി രൂപീകരിക്കാൻ പോകുന്നു, വികസന അതോറിറ്റി. അത് മുഖ്യമന്ത്രിയും ഈ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടുന്ന ആൾക്കാർ. ഇവർക്ക് എന്ത് വികസനം? ഇവർക്ക് എന്ത് താല്പര്യം ശബരിമല വികസിക്കണമെന്ന്? നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ പൈസ കിട്ടുക, തുട്ടുണ്ടാക്കുക, ആൾക്കാരെ പറ്റിക്കുക, ഭക്തജനങ്ങളെ പറ്റിക്കുക. ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളെ അരവണയും അപ്പവും, ഭഗവാൻ പോലും കാണാത്ത അരവണയും അപ്പവും കൊടുത്ത് പറ്റിക്കുക. ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ ആൾക്കാരെ പറ്റിക്കുക, ഭക്തജനങ്ങളെ പറ്റിക്കുക. എങ്ങനെയെങ്കിലും കൃത്യനിടത്തോളം പൈസ അടിച്ചു മാറ്റുക. അല്ലാതെ ക്ഷേത്രം സംരക്ഷിക്കാനോ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനോ എന്തിന് ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ പോലും അവർ ഉറപ്പാക്കുന്നില്ല. ഇന്ന് പല ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഏറ്റവും മോശമായതാണ്. ഈ എണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നതെല്ലാം ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എണ്ണയാണ്. നെയ്യെന്ന് പറഞ്ഞ് കിട്ടുന്ന നെയ്യ് പോലുമല്ല. ആ രീതിയിൽ പൂക്കൾ, പുറത്തുനിന്ന് വരുന്ന പൂക്കൾ പലതും വിഷമടിച്ച പൂക്കളാണ് വരുന്നത്. ഈ രീതിയിൽ ആചാര ലംഘനം നടത്തുന്നു. അവിടെ ഈശ്വരീയമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ആ രീതിയിൽ ഓരോ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമമാണ് LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രങ്ങൾ നശിക്കുന്നതോടൊപ്പം ആ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ നകലും. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയാലല്ലേ വീണ്ടും നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ ആ പോസിറ്റീവ് എനർജി ആ ക്ഷേത്രത്തിൽ നശിപ്പിക്കുക, ഇത് ബോധപൂർവമായ ശ്രമമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ നടത്തിയത് അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞു ഇത് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ ചെയ്തു പോയതാണ്. ആലോചിക്കൂ, ഇത്രയും ചുറ്റും വലിയ വേലിക്കെട്ടുണ്ടാക്കി അതിനകത്ത് രഹസ്യമായ രീതിയിൽ ഇത്രയും മോശമായ രീതിയിലുള്ള പാചകം നടത്തുക, ശൗചാലയം നിർമ്മിക്കുക, അവിടെ കൈ കഴുകാനും മറ്റുള്ള വേസ്റ്റ് ഒഴിവാനുള്ള സംഭവം ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്താണ് ഇത് ചെയ്തിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിനുള്ള പരിപാവനത അവർ കണക്ക് കൂട്ടുന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചോളം ഇത് എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക, നാളെ ആറാട്ട് നടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ആ പരിപാവനതയെ നശിപ്പിക്കുക, അതും ബോധപൂർവമായ ശ്രമം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതുപോലെ പൂജപ്പര സരസ്വതി മണ്ഡപത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് പൂജപ്പര സരസ്വതി മണ്ഡപം അവിടെ എന്താ പറയുക, നവരാത്രി കാലത്ത് അവിടെ പൂജ വയ്ക്കുന്ന സ്ഥലമാണ്. അതാണ് സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത്. പൂജപ്പുര, എങ്ങനെയാണ് പൂജപ്പുര എന്ന സ്ഥലത്തിന് പേര് വന്നത്? പൂജപ്പുര, പൂജ വയ്ക്കുന്ന പുര, അതാണ് പൂജപ്പുര, അതാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അത്രയും പ്രാധാന്യമാണ്. ആ സ്ഥലമൊക്കെ ഈ കോർപ്പറേഷൻ തോന്നിവാസം കാണിക്കാനാണോ? കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇതുപോലെ തന്നെ എന്ത് ഫുഡ് ഫെസ്റ്റിവൽ ഒന്ന് നടത്തി, അതിന് ശക്തമായ ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ അവിടെ ചെയ്യാവൂ. അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ക്ഷേത്ര ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. എത്താൻ സർക്കാർ കഴിഞ്ഞില്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സ്വാഭിമാനികളെ ഹിന്ദുക്കൾ മുന്നോട്ട് ഇറങ്ങണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിലായാലും ശരി. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തീർച്ചയായിട്ടും അതിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹം അവിടെ നിന്ന് മണ്ഡപത്തിൽ വന്നിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു തെറ്റ് തന്നെയാണ്. അദ്ദേഹം കണ്ടില്ല അല്ലെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസം നടക്കില്ലേ, ആരെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് കുറച്ച് നമ്മൾ ജാഗ്രത കാണിക്കണം. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആരെങ്കിലും ഇതിന് മുന്നിട്ടിറങ്ങിയിട്ട് ഈ 2 മണ്ഡപങ്ങളും സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ പൂജപ്പുരയിലെ ആ മണ്ഡപവും സംരക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശക്തമായി മുന്നോട്ടിറങ്ങാൻ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ തയ്യാറാകേണ്ടി വരും. അതെ, തീർച്ചയായും. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും ജനം സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.